കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരു വേദി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചത് കൊണ്ടോ ഇതിന്റെ സംഘാടകർക്ക് ഇവിടെ ഒരു പ്രോഫിറ്റുമില്ല. ഞങ്ങൾ ഇവിടെയൊന്നും കൊതിക്കുന്നില്ല. മറിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊന്ന് ആലോചിക്കണം. ഡോക്ടർ ഒരു കുട്ടിയുടെ ഒരു കുരുന്ന ഹൃദയത്തെ മുറിച്ചുകൊണ്ട് ആ ശരീരത്തിലേക്ക് മുറിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരിക്കലും കുട്ടിയോടുള്ള വിരോധമല്ല, കുട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ കുട്ടിയുടെ രോഗം മാറണമെന്ന് വെച്ചിട്ടാണ്. ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് നല്ല കയ്പുള്ള മരുന്ന് നമ്മുടെ കൈകളിൽ തന്നു കഴിയുമ്പോൾ അത് നമ്മളോട് കുടിക്കാൻ പറയുന്നത്, വായിലേക്കൊഴിച്ച് അതങ്ങ് ഇറക്കിക്കളയണേ, തുപ്പിക്കളയല്ലേ എന്ന് പറയുന്നത് നമ്മുടെ രോഗം മാറണമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ റോഡിലൂടെ സുല്ലയുടെ ഈ പാതയോരത്ത് കൂടി അന്ധനായ ഒരു മനുഷ്യൻ ബസ്സിറങ്ങി നടന്നു പോകുന്നത് അഗാധ ഗർത്തമുള്ള ഒരു കുഴിയിലേക്കാണെങ്കിൽ കിണറിലേക്കാണെങ്കിലോ ആ മനുഷ്യന്റെ കൈ പിടിക്കുന്നത് ധർമ്മമല്ലേ? അദ്ദേഹം അങ്ങനെ നടന്നുപോയിട്ട് ആ കുഴിയിലേക്ക് കിണറിലേക്ക് വീഴല്ലേ എന്ന് വിചാരിക്കുന്നത് അത് ധർമ്മമല്ലേ സഹോദരന്മാരെ? അദ്ദേഹം അത് കേട്ടില്ലെങ്കിലോ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് ദിശ മാറ്റി കൊടുക്കുന്നത് ധർമ്മമല്ലേ? ഈ റോഡിലൂടെ ഒരു ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടാതെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിറകെ പോയിട്ട് ഹേയ് നിങ്ങളുടെ ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടിയിട്ടിട്ടില്ലെന്ന് പറയുന്നത് ധർമ്മമല്ലേ? അതവന്റെ മതം ചോദിച്ചിട്ടാണോ? അവന്റെ ജാതിയും വർഗവും വർണ്ണവും ഹൈറ്റും വെയിറ്റും നോക്കിയിട്ടാണോ? അല്ല, ആ മനുഷ്യൻ പോയി അപകടത്തിൽ പെടരുതേ എന്ന് വിചാരിച്ചിട്ടാണ്. കാറിന്റെ ഡോറടക്കാതെ പോകുന്നവന് നമ്മൾ ബൈക്കിൽ ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് നിങ്ങളുടെ കാറിന്റെ ഡോർ അടച്ചിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പഠിച്ചു മനസ്സിലാക്കിയ ഒരു സത്യം, അഗാധഗർത്തമുള്ള ഒരു നരകമുണ്ടെന്നും ഈ ജീവിതം അത് നശ്വരമാണെന്നും കണ്ടിട്ടില്ലേ നമ്മൾ? റോഡ് അപകടങ്ങളിലൂടെ പൊലിഞ്ഞുപോയ എത്രയെത്ര ജീവനുകളാണ്. കല്യാണ ദിവസം തന്നെ മരണപ്പെട്ടു പോയ പുതുമണവാളനെ കുറിച്ച് കേട്ടിട്ടില്ലേ നമ്മൾ? കല്യാണ ദിവസം തന്നെ മരണപ്പെട്ടു പോയ പുതുമണവാട്ടിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഉമ്മയുടെ മുമ്പിൽ നിന്നും കാറ് തട്ടി മരണപ്പെട്ട 5 വയസ്സ് മാത്രം വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടില്ലേ? അതേ സഹോദരന്മാരെ, ഈ ജീവിതം നശ്വരമാണ്. ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. ഇതിനപ്പുറത്തൊരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അനശ്വരമായ ഒരു ലോകത്ത് സ്വർഗേ ലോകേ നഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാ ബിഭേദി ഹുബേ തീർത്ഥാശ്വനായ പിപാസേ ശോകാധികോ മുദദേ സ്വർഗേ ലോകേ. ഒരു ജരയും ബാധിക്കാത്ത, ഒരു നരയും ബാധിക്കാത്ത, മരണമില്ലാത്ത, യൗവനമായി ചോരത്തിളപ്പുള്ള പ്രായത്തിലൂടെ ജീവിക്കുന്ന സുഖലോലുപതയില് മാലായിനുണ്ടാച്ച് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സുവർഗം, വലാ ഉദിനുൻ സമയത്ത് ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത സുവർഗം, വലാ ഖസ ബിഖൽബി ബശർ ഒരു മനുഷ്യന്റെ ഹൃദയങ്ങൾ കൊണ്ടും വർണ്ണിച്ചെടുക്കാൻ പറ്റാത്ത, ഒരു ചിന്തകാരന്റെ ചിന്തയിലും കൊണ്ടുവരാൻ പറ്റാത്ത, ഒരു കവികളുടെ വർണ്ണനയിലും വർണ്ണിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സുവർഗലോകം, ഒരു സുവർഗലോകം, മുത്തുകൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന ഒരു സുവർഗലോകം. അങ്ങനെ ഒരു ലോകമുണ്ട്. അതിനപ്പുറത്ത് ദൈവത്തിനിരക്കാത്ത വഴിയിലൂടെ നീ ജീവിച്ചു കഴിഞ്ഞാലോ, അഹങ്കരിച്ച് അട്ടഹസിച്ച് ആർത്തുല്ലസിച്ച് ആനന്ദം നടിച്ച് നീ ജീവിച്ചു കഴിഞ്ഞാലോ ഒരു നരകമുണ്ട്. പൊട്ടിക്കരച്ചിലുകളും മട്ടഹാസങ്ങളും തേങ്ങിക്കരച്ചിലുകളും മലയടിക്കുന്ന ഒരു നരകം, അഗാധഗർത്തമുള്ള, വിശദീകരിക്കാൻ പറ്റാത്ത, വിവരണാതീതമായ ശിക്ഷകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു നരകം. അങ്ങനെ ഒരു നരകമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ അത് ഞങ്ങളുടെ ധർമ്മമല്ലേ? ഈ ജീവിതം അതോടെ എല്ലാം അവസാനിച്ചുവെന്നാണോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ക്രിസ്തീയ സഹോദരന്മാരെ, ഇസ്ലാമിൽ തന്നെ മുഅ്മിനെന്നും മുഹമ്മദെന്നും അഹ്മദെന്നും പേരുള്ള ദൈവനിഷേധികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ചു നോക്ക്. പെട്ടെന്നങ്ങ് തീർന്നു പോകുമോ? മരണം കൊണ്ട് അവസാനിച്ചു പോകുമോ? എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ എളിയ സഹോദരനായ ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ചു വരുന്ന ഒരു കപ്പൽ, അതിന് കപ്പിത്താനില്ലാതെ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അത് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നങ്കൂരമിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നിങ്ങളത് വിശ്വസിക്കുമോ? നിങ്ങളത് വിശ്വസിക്കുമോ? ഇല്ല. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റിമോട്ട് പവർ ഉണ്ടെന്ന് നിങ്ങൾ പറയും. ഈ സ്റ്റേജ്, ഞാൻ സംസാരിക്കുന്ന ഈ സ്റ്റേജ്,
ഇന്നലെയുടെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഇന്ന് താനെ ഇതിവിടെ ഉയർന്നു വന്നതാണെന്ന് ഞാൻ പറഞ്ഞാലോ നിങ്ങളത് വിശ്വസിക്കുമോ? ഇല്ല. നിങ്ങൾ എന്റെ മുഖത്ത് പരിഹാസത്തോടെ ഒന്ന് നോക്കും. എന്തുകൊണ്ട്? ഇത് ചുമ്മാതങ്ങ് ഉണ്ടാവുന്നതല്ല, ആരോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നുണ്ട്. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശാസ്ത്രം പറയുന്നത് പോലെ 149.6 മില്യൺ അകലെ നിന്നോ ഇന്റേണൽ കമ്പസ്റ്റൻ വഴി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന് 1600 കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ഭൂമി, അതിനേക്കാളും 13 ലക്ഷം വലിപ്പമുള്ള സൂര്യൻ, ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രന്, ആകാശത്ത് കണ്ണു ചെമ്മി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന നക്ഷത്ര ഗോളങ്ങളോ, അങ്ങ് സുമാത്രയിൽ രൂപം കൊണ്ട സുനാമിയുടെ അലമാലകളോ 14 കണക്കിന് രാജ്യങ്ങളെ നക്കിത്തുടച്ചു കൊണ്ടുപോയപ്പോ അങ്ങ് ഇന്ത്യയുടെ, ഇന്തോനേഷ്യയുടെ, ശ്രീലങ്കയുടെ, സോമാലിയയുടെ, അതിനപ്പുറത്ത് സൗത്ത് ആഫ്രിക്കയുടെ ഹൃദയഭാഗങ്ങളെ നക്കിത്തുടച്ചു കൊണ്ടുപോയപ്പോ അതൊക്കെ സ്വമേധയാ ഉണ്ടായതാണോ? അല്ല. അതിനെയൊക്കെ സൃഷ്ടിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു സുപ്രീം പവർ, അങ്ങനെ ഒരു നാഥനില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അറുപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളി ഇല്ലെന്നോ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന അട്ടയെപ്പോലെയുള്ള രൂപമാറ്റമുണ്ടാക്കി പിന്നെ അതിനെ അസ്ഥികൂടമാക്കി മാറ്റി പിന്നെ അതിനെ മാംസം കൊണ്ട് പൊതിഞ്ഞ് ഇന്നീ കാണുന്ന രീതിയിലേക്ക് അത്ഭുതങ്ങളുടെ കലവറയായ, വിസ്മയങ്ങളുടെ കലവറയായ ഈ മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ച നാഥന്, അങ്ങനെ ഒരു ശരീരം ആർക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും? മനുഷ്യന്റെ ശരീരത്തിലെ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ അങ്ങ് നീട്ടി വലിച്ചു കഴിഞ്ഞാലോ 490-ലധികം കിലോമീറ്റർ അതിന് നീളമുണ്ടാകുമെന്നോ ദൈർഘ്യമുണ്ടാകുമെന്നോ ശാസ്ത്രം പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തം ദിവസേന 19,000 കിലോമീറ്റർ അത് സഞ്ചരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന എനർജി കൊണ്ട്, ഊർജം കൊണ്ട് 20 കിലോമീറ്ററുകളോളം കാറിന് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രം പറയുമ്പോ അതൊക്കെയും സ്വമേധയാ ഉണ്ടായതാണോ? അതിന്റെയൊക്കെ പിറകിലൊരു ശക്തി ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അവിടെയാണ് മനുഷ്യ സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അധപ്പതനം. മനുഷ്യൻ അധപ്പതിച്ച് ആഴക്കടലിലേക്ക് മുങ്ങിപ്പോയത് അവിടെയാണ്.